വെൽക്കം ടു ഫ്ലൈങ് ബേർഡ്സ്. ഇന്ന് വീണ്ടും ഒരു ബേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ബേക്കിങ്ങിൻ്റെ വീഡിയോയും ചെയ്യും, അല്ലാത്ത വീഡിയോയും ചെയ്യും. അപ്പോൾ രണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണോട്ടോ എല്ലാവരും. ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് നമ്മൾ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റണ ഒരു ബനാന കേക്ക്. ബനാന ലോഫ് എന്ന് പറയും, ബനാന കേക്ക് എന്ന് പറയും, ബനാന വാൾനട്ട് കേക്ക് എന്നൊക്കെ പറയാം. ഇത് നമ്മൾ ബനാന ബ്രെഡ് എന്നും പറയും കേട്ടോ. ഇത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പഴുത്ത റോബസ്റ്റ പഴം. ഇത് മസ്റ്റാണ് കേട്ടോ. ഇത് മെയിൻ ഐറ്റം. പിന്നെ ബാക്കി മൈദയും മുട്ടയും പഞ്ചസാരയും ഓയിലൊക്കെ എല്ലാ കേക്കുകളിൽ പോലെ തന്നെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ, ഇതിൻ്റെ അളവുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതേ 2 ബനാന നമ്മുടെ റോബസ്റ്റ, അത് 2 എടുത്തിട്ടുണ്ട്. ഒരു 1.25 കപ്പ് മൈദ, അതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കുന്നുണ്ട് കേട്ടോ. 1.25 കപ്പ് മൈദ. പിന്നെ 3 മുട്ടയാണ് എടുത്തേക്കണത്. അതുപോലെ പഞ്ചസാരയ്ക്ക് ഞാൻ ബ്രൗൺ ഷുഗറും സാദാ ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 3/4 കപ്പ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുക്കാം, അല്ലെങ്കിൽ ഫുള്ള് ബ്രൗൺ ഷുഗർ 3/4 കപ്പ് എടുക്കാം. 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/4 കപ്പ് സാദാ ഷുഗറും കൂട്ടി 3/4 കപ്പാണ് നമുക്കിത് വേണ്ടത്. 3/4 കപ്പ് ഷുഗർ. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ നമ്മുടെ സിനമൺ പൗഡറും, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ ഇതിലേക്ക് വാൾനട്ട്, ഇതുപോലത്തെ വാൾനട്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാ കാഷ്യൂ ആയാലും വെച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. പിന്നെ കുറച്ച് കിസ്മിസും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിക്കാം. നന്നായി പഴുത്ത റോബസ്റ്റ് പഴമായിരിക്കണം കേട്ടോ. അത് 2 അടി 3 വരെ നമുക്ക് ചേർക്കാം. ഞാൻ ഇപ്പോൾ 2 എടുത്തേക്കണേ. ഫസ്റ്റ് തന്നെ ഇത് നമുക്ക് നല്ലോണം ഉടച്ചെടുക്കാം. ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഐറ്റംസ് വെച്ച് ഞാൻ നന്നായി ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പ് പഞ്ചസാര. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ മറ്റേ ബ്രൗൺ ഷുഗറും സാധാരണ ഷുഗറും കൂടി മിക്സ് ചെയ്താണ് എടുത്തേക്കണേ. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ബനാന നമ്മുടെ ഒരുപാട് അലിഞ്ഞു പോകണമെന്നില്ല, ചെറിയ ചെറിയ പീസ് അവിടെ കിടന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. അതാണ് നല്ലത്, മിക്സിയിലടിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ 3 എഗ്ഗില്ലേ, ഓരോന്നായിട്ട് ഇടാം. ചുമ്മാ അങ്ങനെ മിക്സ് ചെയ്യാം. അടുത്തത് ഇടാം. ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിക്കാം. ഇനി നമ്മുടെ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ 1 സ്പൂണും ബേക്കിംഗ് സോഡയും സിനമണും ഉപ്പും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. കുറേശ്ശായിട്ട് ഇട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ അവൻ ഇതിൻ്റെ ഇടയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടണം കേട്ടോ. നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ചോക്കോ ചിപ്സ് ഇഷ്ടമുണ്ടെങ്കിൽ ഒക്കെ ഇട്ടാൽ മതി. പിന്നെ വാൾനട്ട് കേക്ക് ആയ കാരണം വാൾനട്ട് ചോപ്പ് ചെയ്ത് അതിൽ ഒരു പിടി ഇങ്ങനെ ഒരു പിടി എടുക്കാം. അത് ചോപ്പ് ചെയ്ത് അതിലിടാം. ഇതൊക്കെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വാൾനട്ടൊക്കെ മാറ്റി ഇടാം കേട്ടോ. കൂടുതൽ ഇടണവർക്ക് ഇടാം, കാഷ്യൂ മതിയെങ്കിൽ കാഷ്യൂ ഇടാം. അതല്ല ഇതെല്ലാം മിക്സ് ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം, ചോപ്പ് ചെയ്തിട്ട്.
ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ 4 മണിയുടെ നേരത്തൊക്കെ നമുക്ക് ഹോട്ടലുകാർ ഇത് സെർവ് ചെയ്യാറുണ്ട്, ഈ ബനാന കേക്ക്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കേക്ക് അവിടെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല റേറ്റ് ആയിരിക്കും, 10-60 രൂപയൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒരു പീസ് കേക്കിന്. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ റോബസ്റ്റ പഴം ഉണ്ടായാൽ മതിയില്ല, ബാക്കി ഇതൊക്കെ നമ്മുടെ വീടുകളിലുള്ള ഐറ്റംസ് തന്നെയല്ലേ. നമ്മുടെ ചോപ്പ് ചെയ്ത വാൾനട്ടും കൂടി ഇടാം. മുകളിൽ വേണമെങ്കിൽ കുറച്ചിടാം, അത് മാറ്റി വയ്ക്കാം. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബനാനയുടെ അളവ് കൂടുതലെങ്ങാനും ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് ഇതുപോലെ ഇങ്ങനെ വീഴുന്ന പോലെ ആയിരിക്കണം. അപ്പം കൂടുതൽ ലിക്വിഡായിട്ട് തോന്നണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഈ കേക്കിന് ബനാന ലോഫ് എന്ന് അല്ലെങ്കിൽ ബനാന ബ്രെഡ് എന്ന് പറയാൻ കാരണം ബ്രെഡ് ഉണ്ടാക്കണ പോലത്തെ മോൾഡിൽ ഉണ്ടാക്കണ കാരണം. ഇതിപ്പോൾ ഒരു ഏകദേശം ബ്രെഡ് ഉണ്ടാക്കണ പോലത്തെ ഒരു മോൾഡാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ഡാർക്ക് കളറായിട്ടിരിക്കാൻ ആണ് നമ്മൾ സിനമൺ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ ഷുഗറും യൂസ് ചെയ്യണേ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ കാരമൽ സോസ് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഈ കളർ കിട്ടിക്കോളും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഡാർക്ക് കളർ വരില്ല. ഇതിൻ്റെ പകുതിയോളം ഭാഗം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിങ്ങലാവില്ലേ, അങ്ങനെ ടാപ്പ് ചെയ്യുക. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണം 150 ഡിഗ്രി അവനിലേക്ക് ഇതെടുത്ത് ഒരു 35-40 മിനിറ്റ് വരെ തുറക്കണ്ട. 40 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മറ്റേ ബ്രെഡിൻ്റെ പോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ സാധാ കേക്ക് ഉണ്ടാക്കണ മോൾഡിലേക്കും ഇത് ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്കും ഒഴിച്ചുണ്ടാക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഏകദേശം എനിക്കൊരു 45 മിനിറ്റോളം വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ പഴത്തിൻ്റെ ഇതനുസരിച്ച് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ച് ഇങ്ങനെ കുത്തി നോക്കി വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കാം. ഇനി ഞാനിതേ ചൂടാറി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ചൂടാറട്ടെ. നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള കേക്ക്. പിന്നെ നല്ല മണമാണ് ഈ കേക്ക്. ഇങ്ങനെ റെഡിയായി ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല മണമാണ്. അതുപോലെ കഴിക്കുമ്പോൾ തന്നെ ബനാനയുടെ ഒരു ടേസ്റ്റും വാൾനട്ടൊക്കെ കടിക്കുമ്പോൾ ക്രഞ്ചിനെസ്സൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളതും നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, നിങ്ങൾക്ക് സ്റ്റാറാവാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. വെറുതെ ഇരിക്കണവരൊക്കെ ഇത് ഉണ്ടാക്കി സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വരുമാനവും കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. എല്ലാവരും ഒന്ന് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.